സ്വാഭാവികമായും ഉറപ്പുള്ള മണ്ണിൻ്റെ ഘടനയെപ്പോലും ദുർബലപ്പെടുത്തുന്ന അത്രയും അളവിലുള്ള മഴ, ആ മഴവെള്ളം ഭൂമിയിലേക്ക് താഴുകയും അങ്ങനെ ഭൂമി ദുർബലമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ മുണ്ടക്കൈ ചൂരൽമല, ഈ ചൂരൽമല എന്ന് പറയുന്നതൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണത്. അവിടെയുണ്ടായ ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ കര കയറുന്നതേയുള്ളൂ, അതിൻ്റെ കണ്ണീരൊപ്പുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് ഈ ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴിതാ ഏതാണ്ട് സമാനമാകുന്ന തരത്തിൽ, അത് പക്ഷേ ഒരു പ്രകൃതി ദുരന്തമെന്ന് നമുക്കിതിനെ പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ തുരങ്കപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടൺ കണക്കിന് മണ്ണാണ് കൂട്ടിയിട്ടിരുന്നത്. അവിടെയാണ് ഈ മഴവെള്ളമൊക്കെ എത്തിയപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാണ് പറയുന്നത്. ഈ തുരങ്ക നിർമ്മാണത്തിനായി തുരന്നെടുക്കുന്ന മണ്ണ് മലമുകളിൽ വലിയ കുന്നുകളായി കൂട്ടിയിട്ടിരുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മണ്ണിലേക്കാണ് ഈ വലിയ തോതിലുള്ള മഴവെള്ളം ശക്തമായി ഇറങ്ങിയത്. അത് ഒരു പ്രവാഹമായി, ഒരു ചെളിപ്രവാഹമായി താഴേക്ക് മാറുകയും അങ്ങനെ അടിത്തട്ട് ഇളകി വലിയ തോതിൽ മണ്ണും ചെളിയും എല്ലാം താഴേക്ക് പതിക്കുകയും അങ്ങനെ ഒരു മണ്ണിടിച്ചിലിൻ്റെ സ്വഭാവത്തോടു കൂടിയുള്ള വലിയ ഒരു ദുരന്തം സംഭവിക്കുകയുമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇപ്പോഴും പൂർണ്ണമായും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. ഈ ദൃശ്യങ്ങൾ മാത്രം മതി ആ ദുരന്തത്തിൻ്റെ ഭീകരത എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ. സമീപ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവിടെ എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് അവിടെ കൂടി നിന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം എല്ലാവരും ഒരുമിച്ചാണ് അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതൊരു ഷോപ്പാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ നിന്ന് കൂട്ടമായി അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാം. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഇറങ്ങി വന്ന് ഒരുമിച്ച് നോക്കുന്നത് കാണാം. ഇവിടെയൊരു റെയിൻകോട്ടൊക്കെ ധരിച്ച ഒരാൾ അവിടെ നിന്ന് ഓടി ആ മലയുടെ ഭാഗത്തേക്ക് പോകുന്നതും കാണാം. അതെന്തുകൊണ്ട് എന്നതൊന്നും നമുക്ക് വ്യക്തതയില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർ ആയിരുന്നിരിക്കാം അവിടെയുള്ളത്. അതല്ല ഈ ഓടുന്ന ആൾ ഒരു പക്ഷേ ഈ തൊഴിലാളി സംഘത്തിൽ പെട്ടവർ ആണോ, ഇതിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഇങ്ങനെ ഓടുന്ന വ്യക്തി എന്തു തന്നെയാണെങ്കിലും അവിടേക്ക് വന്ന ഒരു വാൻ അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അവിടേക്ക് പോകരുത് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓടുന്നത്. അയാൾക്ക് എന്ത് സംഭവിച്ചു, അയാൾ ആ മണ്ണിൽ പെട്ടുപോയിട്ടുണ്ടോ, ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. 4 പേരുടെ മൃതദേഹങ്ങളാണ് പുറത്തെടുത്തിട്ടുള്ളത്. ഇനിയും 7 പേരെ കാണാനുണ്ട് എന്നാണ് ഈ സംഘത്തിൽപ്പെട്ടവർ പറയുന്നത്. പക്ഷേ അപ്പോഴും ഔദ്യോഗികമായി നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല. അത്രമേൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് അവിടെ നിന്നുള്ള നേർക്കാഴ്ച. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നാളെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി എന്നുള്ളതാണ്. പക്ഷേ റെസിഡൻഷ്യൽ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ മാതൃകയിലുള്ള സ്കൂളുകളും കോളേജുകളും ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവധി തുടരും എന്നുമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. വയനാട്ടിലെ പ്രേക്ഷകർക്ക് വേണ്ടി ആവർത്തിച്ചു പറയുന്നു, വയനാട്ടിൽ നാളെ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റെഡ് അലർട്ട്, അതായത് ഇപ്പോൾ തന്നെ അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഏറെ കണ്ണീരിലാഴ്ത്തുന്ന ഈ ദുരന്തവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്നത്ര ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. നമ്മൾ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രളയ ദുരിത സമയത്തടക്കം പറയുന്നതാണ്. എത്രത്തോളം സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം സ്വയം നിയന്ത്രിക്കപ്പെടേണ്ട സമയമാണ്. നമ്മുടെ കാലവർഷത്തിൻ്റെ രീതികളിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൂർണ്ണമായും ഒരു പ്രകൃതി ദുരന്തം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതകളൊക്കെ ഇത്തരം പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് അപകട മുന്നറിയിപ്പുകളൊക്കെ അധികൃതർ നൽകുന്നുവെങ്കിൽ അതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണുക. ഈ മഴ ശക്തമാകുന്ന സമയത്ത് അത് ആസ്വദിക്കേണ്ട ഒരു സമയമല്ല എന്ന് ദയവായി പ്രേക്ഷകർ തിരിച്ചറിയുക. അത്തരം അപകട സാധ്യതയുള്ള ഒരിടത്തേക്കും പോകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ മറ്റ് വിനോദസഞ്ചാരികളൊക്കെ നമുക്കറിയാം, ഈ മഴക്കാലത്തൊക്കെ ആളുകൾ കൂടുതലായി
ഈ പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കുന്നതിന്, മഴ ആസ്വദിക്കുന്നതിന് വേണ്ടിയൊക്കെ എത്തുന്ന സമയം കൂടിയാണ്. അത്തരം യാത്രകളൊക്കെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളിലേക്ക് ഉള്ള യാത്രകൾ, പരിചിതമില്ലാത്ത ഇടങ്ങളിലേക്കുള്ള യാത്രകൾ, ഒരുപക്ഷെ ആ പ്രദേശവാസികൾക്ക് ഒരു പരിധിവരെയെങ്കിലും അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് ധാരണയുണ്ടാകും. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പശ്ചാത്തലം. അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകളെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണുക, കഴിയുന്നത്ര ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരുക, വീടുകളിൽ തന്നെ തുടരാമെങ്കിൽ അങ്ങനെ തുടരുക. ഇപ്പോഴിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളാടി ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് സർക്കാർ സൗജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയും ഉണ്ടായിട്ടുണ്ടോ എന്ന ഗൗരവപൂർവമായ പരിശോധന ആവശ്യമാണ്. സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് മറ്റൊരു ദുരന്തം കൂടി, അതും മഴക്കാലത്ത് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി മറ്റൊരു നൊമ്പരത്തിൻ്റെ ഓർമ്മയിൽ നിന്നും നമ്മൾ മുക്തമാകുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തം കൂടി ഉണ്ടായിട്ടുള്ളത്. ഈ ദുരന്തത്തിൽ മരണം 4 എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്നത്. 7 പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. വയനാട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് വരുന്നതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും അനീഷ് തന്നെ തുടരുന്നുണ്ട്. അനീഷ്, ഇപ്പോഴെന്താണ് അവിടെ ഒരു മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടോ? റെഡ് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. നാളെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് റെസിഡൻഷ്യൽ സ്വഭാവത്തിൽ പ്രവർത്തിക്കാത്ത മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട്. നമുക്കിപ്പോൾ ഈ ഒരു ചില ആശയവിനിമയങ്ങൾ നടന്നു, അതിലേക്ക് തന്നെ പോവാം. मॉर्निंग में जो हम ये चंद्रू जिसका हम रिकाउंट कर रहे थे ना, चंद्रू भान, तो अभी जब यहाँ से लेके आए तो ये काउंटेड इट ट्वाइस सर. उनको लगा कि ये सेकंड बॉडी है, बट वो सेम वही बॉडी है सर. अभी क्या 5% है. Now total 3 deaths. 5 are there. 5 deaths confirmed. 3 deaths confirmed. 5 are missing. Who are the death persons? Vikas Kumar. Vikas Kumar is there. One moment, sir. I'm getting a call, please. Sir, hello. Sir. കമ്പനിയുടെ ആളുകളാണ് അവർ ഈ മരിച്ചവരെ കുറിച്ചും കാണാതായവരെ കുറിച്ചുമൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്ത് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 4 പേരുടെ മരണം, അതായത് 2 പേർ നേരത്തെ മരിച്ചിരുന്നു. 2 പേരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും എത്തിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും 5 പേരുടെ 5 കാണാതായിരിക്കുന്നു. അതായത് നേരത്തെ IC ബാലകൃഷ്ണൻ MLA അടക്കം പറഞ്ഞത് 7 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ആണ്. 2 പേർ നേരത്തെ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും അതിനുശേഷം 2 പേരുടെ മരണം കൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 പേരെ കാണാനുണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് 5 പേരെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.